بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. بسم الله الرحمن الرحيم. يخلقكم في بطون أمهاتكم خلقا من بعد خلق في ظلمات ثلاث ذلكم الله ربكم له الملك لا إله إلا هو فأنا تصرفون. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي كلة حيلتي أدركني يا حبيب الله. بسم الله الرحمن الرحيم. القدير القادر القوي ذو القوة المتين المقتدر العزيز الجبار الشديد القاهر. أنا السلطان إبراهيم اسمي إلى خير البرية انتمائي. نبر إله سما قلب الغريب كما نبرت قلب إمام الناس غزالي. يا رب أعط لنا علما وفهما كما أعطيت يا ربنا للشيخ غزالي. ഏറ്റവും സ്നേഹാദരവുള്ള പണ്ഡിത ശ്രേഷ്ഠർ, പ്രോഗ്രാമിൻ്റെ ഓർഗനൈസിംഗ് കമ്മിറ്റി മെമ്പേഴ്സ്, പ്രിയപ്പെട്ട മഹല്ല് ജമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റ്, സെക്രട്ടറി ഉൾപ്പെടെയുള്ള മറ്റ് ഭാരവാഹികൾ, വിനീത പ്രഭാഷണം കേൾക്കാൻ എത്തിയിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കാരണവന്മാർ, സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വളരെ എളുപ്പത്തിൽ ഞാൻ വിഷയത്തിലേക്ക് കടക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ചിന്തിക്കണം. നമ്മുടെ ജീവിതത്തിൽ സാധാരണഗതിയിൽ നാം ആരും ഒരു വ്യക്തി എന്ന നിലയിൽ ചിന്തിക്കാത്ത, നമ്മുടെ ഒന്നും ജീവിതത്തിൽ ഒരു സ്വാധീനവും ചെലുത്താത്ത മൂന്ന് വിഷയങ്ങളെ സംബന്ധിച്ചാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. നമ്മുടെ ജീവിതത്തിൽ ഒരർത്ഥത്തിലും സ്വാധീനം ചെലുത്താത്ത മൂന്ന് വിഷയങ്ങൾ, അതേസമയം മറ്റൊരാളുടെ ജീവിതത്തിൽ ക്രിയാത്മകമായി നാം ഇടപെടുന്ന മൂന്ന് സബ്ജക്ട്സ്, അവനവനെ സംബന്ധിച്ച് ഓർമ്മ പോലുമില്ലാത്ത, ചിന്തിക്കാത്ത, ജീവിതത്തിൽ മാറ്റം വരുത്താൻ കാരണമായി തീരാത്ത തലത്തിൽ നാം ഇടപെടുന്ന മൂന്ന് വിഷയങ്ങൾ, മറ്റൊരാളുടെ ജീവിതത്തിൽ വളരെ ക്രിയാത്മകമായി ഉൾക്കൊണ്ട് വിഷമിച്ച് ആത്മാർത്ഥമായി ഇടപെടുന്ന വിഷയങ്ങൾ. ഒന്ന്, ജനനം. എൻ്റെ പ്രിയപ്പെട്ടവരത് ചിന്തിക്കണം. അവനവനെ സംബന്ധിച്ചിടത്തോളം ജനനം എന്ന വിഷയം ഒരു തരത്തിലും സ്വാധീനം ചെലുത്തിയിട്ടില്ല, ഓർമ്മ പോലുമില്ല. ഈ ലോകത്തേക്ക് നാം കടന്നു വരുന്നതിന് മാസങ്ങൾക്ക് മുൻപ് നാം ജീവിച്ചിരുന്ന പഴയ ലോകത്തെ പറ്റി നമുക്ക് ഓർമ്മ പോലുമില്ല. ആ ലോകത്തെ പറ്റി ഓർമ്മയില്ലെന്ന് മാത്രമല്ല, ആ ലോകം വിട്ട് ഇങ്ങോട്ട് കടന്നു വന്ന ശേഷമുള്ള 3 വർഷ കാലഘട്ടത്തിലെ സംഭവങ്ങൾ ഓർമ്മയില്ലാത്തവനാണ് മനുഷ്യൻ. ഒരു മനുഷ്യന് ജനിച്ച ശേഷമുള്ള ആദ്യത്തെ 3 വർഷ കാലഘട്ടങ്ങളിലെ ഇടപെടലുകളും ആളുകളെയും അനുഭവങ്ങളെയും ഓർക്കാൻ സാധിക്കില്ല. ഒരുവന്റെ ഓർമ്മ ഉറച്ചു തുടങ്ങുന്നത് 4 വയസ്സോടെയാണ്, 3 വയസ്സ് കഴിയുന്നതോടെയാണ് എന്ന സൈക്കോളജി പഠിപ്പിക്കുന്നു. ചുരുക്കത്തിൽ ജനന സംബന്ധമായി നാം അനുഭവിച്ച കഷ്ടതകളും സങ്കീർണ ഘട്ടങ്ങളും, ആ ജനനത്തിനു മുന്നോടിയായി നാം ജീവിച്ചിരുന്ന 10 മാസത്തോളം ജീവിച്ചിരുന്ന മാതാവിന്റെ ഗർഭാശയം എന്ന ലോകവും അതിന്റെ ഉള്ളിലെ പ്രത്യേകതകളും ഒന്നും ഓർക്കാൻ കഴിവില്ലാത്തവനാണ് മനുഷ്യൻ. അങ്ങനെ ഒരു ജീവിതം നമുക്കുണ്ടായിരുന്നു എന്ന് പോലും ചിന്തിക്കാൻ പറ്റുന്നില്ല. എത്രത്തോളം സ്വന്തമായി ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത, സ്വന്തമായി വെള്ളം കുടിക്കാൻ പറ്റാത്ത, ഒരാഗ്രഹവുമില്ലാത്ത, എനിക്കൊരാഗ്രഹവും ഇല്ല എന്ന് പോലും അറിയില്ലാത്ത വല്ലാത്തൊരു ലോകത്ത് നാം ഓരോരുത്തരും കിടന്നിരുന്നു. 1-2 മാസമല്ല, 280ഓളം ദിവസങ്ങൾ, 10 മാസം നമുക്ക് കഴിഞ്ഞ ജീവിതമുണ്ടായിരുന്നു. ചിന്തിക്കാൻ പറ്റുന്നില്ല. ഇതിനേറെ പറയുന്നു, വിസർജനത്തിന് പോലും ഉമ്മയെ ആശ്രയിക്കേണ്ട ലോകമാണ്. വിസർജനത്തിന് ഉമ്മ, ഭക്ഷണം കഴിക്കുന്നത് ഉമ്മ, തനിക്ക് വേണ്ടി വെള്ളം കുടിച്ചത് ഉമ്മ, ശ്വസിക്കാൻ പോലും ഉമ്മയുടെ സഹായം വേണം. ശ്വസിക്കണമെങ്കിൽ പോലും ഉമ്മ വേണം. ഈ ലോകത്തേക്ക് കടന്നു വരാൻ മിനിറ്റുകൾക്ക് മുൻപ് ഉമ്മയുടെ ശ്വാസഗതി നിലച്ചാലുണ്ടല്ലോ, പിന്നെ ആ കുട്ടിക്കും ജീവിച്ചിരിക്കാൻ സാധിക്കില്ല.
സ്കാനിങ്ങിലൂടെ ഡോക്ടർ പറഞ്ഞു 100% ഒരു കുഴപ്പവുമില്ല, ശാരീരിക അവയവങ്ങളൊക്കെ നല്ല വളർച്ചയെത്തിയിട്ടുണ്ട്, ഒരു പ്രശ്നവുമില്ല എന്നൊക്കെ ഡോക്ടർ പറഞ്ഞ് റിപ്പോർട്ട് നോക്കി വളരെ ക്ലിയർ ആണ് എന്ന റിപ്പോർട്ടിലൂടെ മനുഷ്യനെ സമാധാനിപ്പിച്ചാൽ പോലും പ്രസവം എന്ന വിഷയം അടുക്കുന്നതിന് തൊട്ട് മുൻപ് മാതാവിന്റെ ശ്വാസം നിലച്ചുപോയാൽ പൂർണ്ണ വളർച്ചയെത്തിയ ശ്വാസകോശം ഉണ്ടായിരുന്നിട്ട് കൂടി ആ കുട്ടിക്ക് ജീവിച്ചിരിക്കാൻ സാധ്യമല്ല. അഥവാ ആ അവയവം പ്രവർത്തനക്ഷമമാകണമെങ്കിൽ ആ ലോകം വിട്ട് ഇങ്ങോട്ട് കടന്നു വരണം. ഈ പറയപ്പെട്ട ലോകത്തേക്ക് വന്നാൽ അല്ലാതെ ആ അവയവത്തിന് സ്വന്തമായി പ്രവർത്തിക്കാനുള്ള ശക്തി അല്ലാഹു നൽകുന്നില്ല. ലോകങ്ങൾ വിട്ടു പോകുമ്പോൾ കഴിവുകൾ കൂടുകയാണ്. ആ അവയവം സ്വന്തമായി പ്രവർത്തിപ്പിക്കാവുന്ന തരത്തിലേക്ക് ഒരു മനുഷ്യൻ എത്തണമെങ്കിൽ പഴയ ലോകം വിട്ട് ഇങ്ങോട്ട് വരണം. ചുരുക്കം പറഞ്ഞാൽ അങ്ങനെ മാതാവിനുണ്ടാകുന്ന ശ്വാസ തടസ്സം പോലും നമ്മെ ബാധിക്കുമായിരുന്ന സങ്കീർണ കാലഘട്ടം നമുക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്. മാതാവിന്റെ ശരീരത്തിൽ ഉണ്ടാകുന്ന രക്തവാർച്ച പോലും നമ്മുടെ ജീവനെ അപകടത്തിലാക്കിയേക്കാവുന്ന തരത്തിൽ മറ്റൊരാളുടെ ജീവനുണ്ടാകുന്ന പ്രശ്നം അവനവന്റെ ജീവിതത്തെ ബാധിക്കുന്ന തരത്തിലുള്ള സങ്കീർണ ഘട്ടം നമുക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഈ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഞങ്ങളുടെ നാട്ടിൽ ഒരു മരണമുണ്ടായി. 28 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരി ട്രെയിൻ തട്ടി മരിക്കുകയാണ്. എന്താ സംഭവം? 5 വയസ്സുള്ള മൂത്ത മകൻ അവനെ സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ബസ് കയറ്റിവിടാൻ അവന്റെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് 28 വയസ്സുള്ള പൂർണ്ണ ഗർഭിണിയായ ബീബി എന്നൊരു ചെറുപ്പക്കാരി, കൊച്ചുമകന്റെ വാശിയല്ലേ, ഉമ്മാമാർക്ക് കുട്ടികൾ വാശി പിടിച്ചാൽ പിന്നെ ഒരു രക്ഷയുമില്ല. എത്ര ബുദ്ധിമുട്ടാണെങ്കിലും അവർക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഉമ്മ മകന്റെ വാശി കൊണ്ട് അവന്റെ കയ്യും പിടിച്ച് ലെവൽ ക്രോസ് കടന്നിട്ട് തൊട്ടപ്പുറത്ത് കാത്തുനിന്നിരുന്ന സ്കൂൾ ബസ്സിലേക്ക് കയറ്റിവിടാൻ വേണ്ടി വരുമ്പോൾ ഒരു വളവ് കട്ട് ചെയ്തു വന്ന ട്രെയിൻ അവരെ തട്ടിയിട്ടു. സ്പോട്ടിൽ ആ സ്ത്രീ മരണപ്പെട്ടു. കുട്ടിയെ തട്ടി അങ്ങോട്ട് തെറിപ്പിച്ച ശേഷമാണ് ട്രെയിൻ ഇവരെ തട്ടി തെറിപ്പിക്കുന്നതെങ്കിൽ അത്ഭുതകരമായി 5 വയസ്സുകാരൻ അവിടെ രക്ഷപ്പെടുകയാണ്. എത്രയും പെട്ടെന്ന് അതേ സ്കൂൾ വണ്ടിയിൽ തന്നെ 2 കിലോമീറ്റർ അപ്പുറത്തുള്ള ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് ചെയ്ത സ്ത്രീ കാഷ്വാലിറ്റിയിലേക്ക് എത്തിച്ച ഉടൻ തന്നെ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ പറഞ്ഞു, ഉള്ളിൽ കിടക്കുന്ന കുട്ടിക്ക് ജീവനുണ്ട്. എമർജൻസി സർജറിക്ക് പോസ്റ്റ് ചെയ്തു. സർജറി സ്റ്റാർട്ട് ചെയ്തു. സർജറിക്കിടയിൽ വെച്ച് ആ കുട്ടിയും മരണപ്പെട്ടു. പുറത്തെത്തുന്നതിന് മുൻപ് മരണപ്പെട്ടു. ആ ഉമ്മ അവസാനം വലിച്ചെടുത്ത ശ്വാസം രക്തത്തിലേക്ക് ലയിച്ചു ചേർന്ന് ആ രക്തത്തിലൂടെ ഒഴുകിക്കൊണ്ടിരുന്ന ഓക്സിജൻ ശ്വസിച്ചുകൊണ്ട് ആ കുട്ടിക്ക് ജീവിക്കാൻ പറ്റി. 10, 15, 20 മിനിറ്റ് ജീവിക്കാൻ പറ്റി. പിന്നീട് ഒരല്പം പ്രാണവായു കിട്ടാനില്ല. ഈ ലോകത്തേക്ക് കടന്നു വരാനും പറ്റിയിട്ടില്ല. ഇടയ്ക്ക് വെച്ച കുട്ടിയും മരണപ്പെടുന്നു. പരിപൂർണ വളർച്ചയുണ്ട്, എല്ലാ അവയവങ്ങളുമുണ്ട്, ശ്വാസകോശമുണ്ട്, ജീവിച്ചിരിക്കാൻ പറ്റിയില്ല. ആ ലോകത്ത് വെച്ച് അവനെ ജീവിക്കാനുള്ള സഹായം കൊടുത്ത ഓക്സിജൻ കിട്ടിയത് അവന്റെ ഡിപ്പെൻഡന്റ് ആയ ഉമ്മ വഴിയാണ്. ആ ലോകം വിട്ട് ഇങ്ങോട്ട് വരുമ്പോഴാണ് ഇൻഡിപെൻഡന്റ് ആവുന്നത്, സ്വതന്ത്രനാവുന്നത്. സാധ്യമല്ല. അത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ലോകത്താണ് നാം ഓരോരുത്തരും ജീവിച്ചത്. നമുക്ക് ഓർമ്മയില്ലാത്ത ലോകം, കുടുസാക്കപ്പെട്ട ഒരു ഗുഹയ്ക്കുള്ളിലെ ലോകം, വെള്ളത്തിൽ മുങ്ങിക്കിടന്ന് താരാട്ടുപാട്ടുകൾ കേട്ട് വെള്ളത്തിന്റെ അനക്കം താരാട്ടുപാട്ടുകളായി മനസ്സിലാക്കി ജീവിച്ച ലോകം നമുക്ക് കഴിഞ്ഞുപോയി. ഓർമ്മയില്ല. അത് ഓർമ്മയില്ലെന്നല്ല, അതിനുശേഷം നമ്മെ എടുത്തവരാരൊക്കെയാ, നമുക്ക് ഉമ്മ തന്നവരാരൊക്കെയാ, നമ്മോട് ഇടപെട്ടവരാരൊക്കെയാ, ഒന്നും ഓർമ്മയില്ലാത്ത 3 വർഷം കഴിഞ്ഞ ശേഷമാണ് ഓർമ്മ ഉറച്ചിരിക്കുന്ന സ്ഥിതിയിലേക്ക് മനുഷ്യൻ എത്തുന്നതെങ്കിൽ ഈ കഴിഞ്ഞ ലോകം ഇല്ല എന്ന് നമുക്ക് ധരിക്കാൻ പറ്റുമോ? എനിക്കത് ഓർമ്മയില്ല, എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്നതിന്റെ അർത്ഥം അങ്ങനെ ഒരു ലോകം ഇല്ലെന്നല്ലോ. അങ്ങനെ ഒരു ലോകമുണ്ട് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്ന ആരാ? നമുക്ക് പുറകെ വരുന്നവരാണ്. നമുക്ക് പുറകെ വരുന്ന ജന്മങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നു. ഇത്തരത്തിലുള്ള കൈക്കുഞ്ഞായ കാലഘട്ടം എനിക്കുമുണ്ടായിരുന്നു. ഇതിനേക്കാൾ ചെറിയ കോലത്തിലേക്ക് ഞാനും എന്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടന്നിട്ടുണ്ട്. ആ ലോകത്ത് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. എന്റെ മനസ്സിന്, എന്റെ ബുദ്ധിക്ക്, എന്റെ യുക്തിക്ക് ചിന്തിക്കാനാവാത്ത കുടുസാക്കപ്പെട്ട ലോകത്ത് ഞാൻ കിടന്നത് 10ഓളം മാസങ്ങളാണ്. എന്നെ ബോധ്യപ്പെടുത്തുന്നു എനിക്ക് പുറകെ വന്നവർ, എനിക്ക് പുറകെ വന്നുകൊണ്ടിരിക്കുന്നവർ എന്നതുപോലെ തന്നെ ഈ ലോകം വിട്ട് നാം മറ്റൊരു ലോകത്തേക്ക് പോകണം എന്നതിന്റെ സൂചനയാണ് കഴിഞ്ഞ ലോകം മനുഷ്യനെ പഠിപ്പിക്കുന്നത്. കഴിഞ്ഞ ലോകം അത് വിട്ട് നാം ഇങ്ങോട്ട് വന്നെങ്കിൽ അവിടത്തേതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ സാഹചര്യങ്ങൾ ഇവിടെയുണ്ട്. സ്വന്തമായി ഭക്ഷണം കഴിക്കാം, സ്വന്തമായി വെള്ളം കുടിക്കാം, ഇഷ്ടമുള്ളിടത്തൊക്കെ വിഹരിക്കാം, എത്രയോ കൂട്ടുകാരാണ്, എത്രയോ ബന്ധങ്ങളാണ്, ഒന്നിച്ചിരിക്കാം, ആസ്വദിക്കാം, ആനന്ദിക്കാം. സുന്ദരമായ ലോകത്ത് നാം കടന്നു വന്നില്ലേ പ്രിയപ്പെട്ടവരെ? തികച്ചും വ്യത്യസ്തമായ ലോകമാണ് ഇത്. ഇതിൽ നിന്നും 100% വ്യത്യസ്തമായ ലോകത്ത് നാം കിടന്നിരുന്നു.
ഒറ്റയ്ക്ക് കുടുസാക്കപ്പെട്ട ലോകത്ത് എല്ലാത്തിനും ഉമ്മയെ ആശ്രയിക്കേണ്ട റിസ്ക് പിടിച്ച ലോകത്താണ് നാം ജീവിച്ചത്. ബുദ്ധിമാന്മാർക്ക് സൂചനയുണ്ട്, ഇതിങ്ങനെയെങ്കിൽ ഇനിയും ഒരു ലോകം അങ്ങോട്ട് വരാനുണ്ട്. ഒരു ലോകം ഇനിയും നമുക്ക് കാത്തിരിക്കാൻ ഉണ്ട്. അങ്ങോട്ടും ഒരു ഡെലിവറി നമ്മുടെ നടക്കാനുണ്ട്. ഒരു പ്രസവം കൂടി നമുക്ക് നടക്കാനുണ്ട്. ആദ്യത്തെ പ്രസവം ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് ഈ ലോകത്തേക്കാണെങ്കിൽ ഈ കാണുന്ന ഭൂമിയാകുന്ന മാതാവിന്റെ ഗർഭാശയത്തിലുള്ള ഭ്രൂണങ്ങളായ നമുക്ക് ഒരു ഡെലിവറി കൂടി നടക്കാനുണ്ട്. ഒരു പ്രസവം കൂടി വരാനുണ്ട്. നിർബന്ധമായ പ്രസവം. ആ പ്രസവത്തിന്റെ പേരാണ് മരണം. ആ മരണം എന്ന കവാടത്തിലൂടെ നാം മറ്റൊരു ലോകത്തേക്ക് കടന്നു പോകും. ആ ലോകത്തിന്റെ പ്രത്യേകതകൾ ഈ ലോകം പോലെയുമല്ല. കഴിഞ്ഞ ലോകം പോലെയല്ല ഈ ലോകം. ഈ ലോകം പോലെയല്ല ആ ലോകം. വ്യത്യാസങ്ങൾ ഏറി വരും. അവിടെ നമുക്ക് ഭക്ഷണം എടുത്തു കഴിക്കണ്ട, വെള്ളം അന്വേഷിച്ച് നടക്കണ്ട. ആഗ്രഹിക്കുന്ന വൃക്ഷത്തിലെ കനിയിലേക്ക് നോക്കിയാൽ തന്നെ ചാഞ്ഞു വരുന്ന സുന്ദര ലോകം നമ്മെ കാത്തിരിപ്പുണ്ട്. ആഗ്രഹിക്കുന്ന ഭക്ഷണം മുന്നിൽ വരുന്ന ലോകമുണ്ട്. സംതൃപ്തകരമായ ജീവിതത്തിലായിരിക്കുമെന്ന് പഠിപ്പിക്കപ്പെട്ട ഉന്നതങ്ങളായ സ്വർഗത്തെ പറ്റി ഹബീബ് സയ്യിദന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് സദ്വാർത്ത അറിയിച്ചു നൽകിയിട്ടുണ്ടെങ്കിൽ നാം ചിന്തിക്കണം, ആ ലോകത്തിന്റെ പ്രത്യേകതകൾ ഇതിൽ നിന്നും തികച്ചും വിഭിന്നമാണ്. സഞ്ചാര സ്വാതന്ത്ര്യം കൂടുതലുള്ള, പറക്കണമെങ്കിൽ പറക്കാൻ പറ്റുന്ന, നടക്കണമെങ്കിൽ നടക്കാൻ പറ്റുന്ന മനോഹരങ്ങളായ സുഹൃത്ബന്ധങ്ങൾ, ഇവിടെയുള്ളതിനേക്കാൾ നല്ല ബന്ധങ്ങൾ, ഹൂറല്യങ്ങളും സ്വർഗീയ ബാലന്മാരുമുള്ള ലോകം വരാനിരിക്കുന്നു. അഥവാ കഴിഞ്ഞ ലോകം ഈ ലോകത്തിൽ നിന്ന് വ്യത്യസ്തമാണെങ്കിൽ ആ ലോകത്ത് നാം ജീവിച്ചിരുന്നു. അത് വിട്ടിവിടെ വന്നു. പറയപ്പെട്ട വസ്തുതകൾ നാം ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു. ഇനിയൊരു ലോകം അങ്ങോട്ട് വരാനുണ്ട്. ആ ലോകം ഇതിൽ നിന്നും വ്യത്യസ്തമാണ്. അങ്ങോട്ട് പോവേണ്ടവരാണ് നാം. അങ്ങോട്ട് പോകാൻ വേണ്ടി, ആ ലോകത്തേക്ക് എത്താൻ വേണ്ടി നമുക്ക് നിദാനമാക്കിയിരിക്കുന്ന കവാടമാണ് മരണം. മരണം എന്ന കവാടത്തിലൂടെ അല്ലാതെ ആ ലോകത്തേക്ക് ഒരു യാത്രയില്ല. ജനനം എന്ന കവാടത്തിലൂടെ അല്ലാതെ ഈ ലോകത്തേക്ക് നാം കടന്നു വന്നിട്ടുമില്ല. എങ്കിൽ ജനനവും മരണവും രണ്ട് കവാടങ്ങളാണ്, രണ്ട് വാതിലുകളാണ്. മൂന്ന് ലോകങ്ങൾക്കിടയിലുള്ള രണ്ട് വാതിലുകളാണ്. വളരെ പെട്ടെന്ന് ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, ഇത് രണ്ടും തമ്മിലുള്ള ഒന്നാമത്തെ വ്യത്യാസം മൂന്ന് ലോകങ്ങളെ ബന്ധിപ്പിക്കുന്ന രണ്ട് വാതിലുകളാണ്. മൂന്ന് ലോകങ്ങളെ ബന്ധിപ്പിക്കുന്ന രണ്ട് വാതിലുകൾ. ഇത് തമ്മിലുള്ള രണ്ടാമത്തെ സാമ്യത ഇത് രണ്ടും എപ്പോൾ നടക്കും എന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റില്ല. ജനനവും മരണവും എപ്പോൾ നടക്കും ഉറപ്പിച്ചു പറയാൻ പറ്റില്ല. മെഡിക്കൽ സയൻസ് വളരെയധികം പുരോഗമിച്ചിട്ടുണ്ട്. നമുക്കറിയാം, വരാനിരിക്കുന്ന 4-5 വർഷങ്ങൾക്കുള്ളിൽ ഒരുവന്റെ ശരീരത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ള അതിഭീകരമായ ഒരു ക്യാൻസറിനെ ഇന്ന് കണ്ടെത്താൻ പറ്റുന്ന ടെക്നോളജി ആധുനിക വൈദ്യശാസ്ത്രത്തിനുണ്ട്. വരാനിരിക്കുന്ന 4-5 വർഷങ്ങൾക്കുള്ളിൽ ഒരുവന്റെ തലച്ചോറിൽ ഒരു ക്യാൻസർ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? ഇന്ന് കണ്ടെത്താം. എങ്ങനെ? പോസിട്രോൺ എമിഷൻ ടോമോഗ്രാം എന്ന പേരിൽ ഒരു സ്കാനിംഗ് ടെക്നോളജി ഇന്ന് വന്നിട്ടുണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത് കൊച്ചിയിൽ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്. ഏറ്റവും ആദ്യമായി ഇന്ത്യ മഹാരാജ്യത്ത് ബോംബെയിലാണ് ഇൻസ്റ്റാൾ ചെയ്തത്. 16,000 രൂപ കൊടുത്തുകൊണ്ട് തലച്ചോറിന്റെ പെറ്റ് സ്കാനിംഗ്, സിറ്റി സ്കാനിംഗ്, MRI സ്കാനിംഗ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാകും. പെറ്റ് സ്കാനിംഗ്, PET, പോസിട്രോൺ എമിഷൻ ടോമോഗ്രാം. ഈ പോസിട്രോൺ എമിഷൻ ടോമോഗ്രാം തലച്ചോറിന്റെ ഇന്ന് നിങ്ങൾ ചെയ്താൽ വരാനിരിക്കുന്ന 5 വർഷങ്ങൾക്കുള്ളിൽ തലച്ചോറിൽ സംഭവിക്കാൻ സാധ്യതയുള്ള കോശമാറ്റങ്ങൾ അഥവാ ഒരു ക്യാൻസറിന്റെ സാധ്യതയെ ഇന്ന് കണ്ടെത്താൻ പറ്റുന്ന ടെക്നോളജി ശാസ്ത്രത്തിനുണ്ട്. ഞാനൊന്ന് ചോദിക്കട്ടെ എന്റെ പ്രിയപ്പെട്ടവർ, ഇതൊക്കെ ഒന്ന് ചിന്തിക്കണം. ഒരു സ്ത്രീ പ്രസവിക്കുന്നത് എന്താണെന്ന് കൃത്യമായി ഡേറ്റ് പറയാൻ പറ്റുന്ന ഒരു മെഡിക്കൽ പ്രൊഫഷണൽ ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ ജീവിച്ചിരിപ്പുണ്ടോ? ഒരു കുട്ടി എന്ന് ജനിക്കും എന്ന് കൃത്യമായി പറയാൻ പറ്റുന്ന ഒരു മെഡിക്കൽ പ്രൊഫഷണൽ, മെഡിക്കൽ ഡോക്ടർ, ഗൈനക്കോളജിസ്റ്റ് ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ ജീവിച്ചിരിപ്പുണ്ടോ? കഴിഞ്ഞു പോയിട്ടുണ്ടോ? ഇനി വരാനുണ്ടോ? ഇല്ല കേട്ടോ. ജനനം എന്ന പ്രതിഭാസം എന്ന് നടക്കും എന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റുന്ന ടെക്നോളജി ലോകത്തില്ല. ഗർഭവതിയായ സ്ത്രീ ഡോക്ടറെ സമീപിക്കുമ്പോൾ, ആദ്യത്തെ മാസങ്ങളിലെ പരിശോധനയ്ക്ക് വേണ്ടി എത്തുമ്പോൾ, ആ ഡോക്ടർ ആദ്യം ചാർട്ട് ഓപ്പൺ ചെയ്ത് പേരെഴുതിയ ശേഷം തൊട്ടടിയിൽ എഴുതുന്നു LMP, ലാസ്റ്റ് മെൻസ്ട്രുവൽ പീരീഡ്. ഡേറ്റ് എഴുതിയ ശേഷം തൊട്ട് താഴേക്ക് 280 ദിവസങ്ങൾ കണക്ക് കൂട്ടിയിട്ട് അടുത്ത ഡേറ്റ് എഴുതും. EDD, എക്സ്പെക്ടഡ് ഡെലിവറി ഡേറ്റ്, പ്രസവിക്കപ്പെടാൻ സാധ്യതയുള്ള ദിവസം. 280 ദിവസങ്ങളുടെ വ്യത്യാസത്തിൽ അടുത്ത ഡേറ്റ് എഴുതുകയാണ്. ഈ സദസ്സ് പങ്കിടുന്ന സഹോദരിമാരുടെ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ. എന്റെ സഹോദരിമാരൊന്ന് ചിന്തിക്കണം. ഡോക്ടർ പറഞ്ഞ ആ
അതേ ഡേറ്റിൽ തന്നെ പ്രസവിച്ച ചരിത്രമുള്ള ഒരു സഹോദരി ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ടോ? ഈ മഹല്ലിലുണ്ടോ? രാജ്യത്തുണ്ടോ? ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോണിലുണ്ടോ? ആദ്യത്തെ മാസത്തെ പരിശോധനയിൽ ഡോക്ടർ പറഞ്ഞ അതേ ഡേറ്റിൽ പ്രസവിച്ച ചരിത്രമുള്ള സ്ത്രീ ലോകത്തില്ല. പറഞ്ഞ ഡേറ്റിനേക്കാൾ 15 ദിവസം മുമ്പെങ്കിലും പ്രസവിച്ചിട്ടുണ്ടാവും. ചിലപ്പോ പറഞ്ഞ ഡേറ്റിലും പ്രസവം നടക്കാത്തത് കൊണ്ട് പിറ്റേ ദിവസം കീറി പൊളിച്ചെടുത്തിട്ടുണ്ടാകും. സിസേറിയൻ സർജറിക്ക് പോലും ഡേറ്റ് തീരുമാനിച്ചാലും ഞാനൊന്ന് ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, ഡോക്ടർമാർ സ്ത്രീയുടെ വയറങ്ങ് കീറിയിട്ട് കുട്ടിയെ കുട്ടിയുടെ താടിക്ക് പിടിക്കാനുള്ള ശ്രമത്തിലാണ്. ആ താടിക്ക് പിടുത്തം കിട്ടാൻ വേണ്ടിയിട്ട് ഇവരിങ്ങനെ അന്വേഷിക്കുമ്പോൾ താടിക്ക് പിടുത്തം കിട്ടിയാൽ പാരാമെഡിക്കൽ പ്രൊഫഷണലുകളും നഴ്സുമാരും കൂടിയിട്ട് മുകളിൽ നിന്ന് താഴേക്ക് അമർത്തി തള്ളി പുറത്താക്കുകയാണ് കുട്ടിയെ. വയറിന്റെ കീഴ്ഭാഗം കീറിയിട്ട് കുട്ടിയെ വലിച്ചു പുറത്തെടുക്കുന്നത് വരെ ജീവൻ മരണ പോരാട്ടത്തിലാണ് അവർ. വല്ലാത്തൊരു സ്റ്റണ്ട് നടക്കുകയാണ് അവിടെ. ഏതെങ്കിലും ഒരു മെഡിക്കൽ ഡോക്ടർ ജീവിച്ചിരിപ്പുണ്ടോ? ഇത്ര മിനിറ്റുകൾക്കുള്ളിൽ, ഇത്ര മണിക്കൂറുകൾക്കുള്ളിൽ ഈ കുട്ടിയെ ഞാൻ ഒരു കുഴപ്പവും കൂടാതെ പുറത്തെടുത്തു തരാം എന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റുന്ന ആത്മവിശ്വാസവും ചങ്കൂറ്റവും ഉള്ള ഒരു ഡോക്ടർ ലോകത്തില്ല. വിവരമുള്ള ഡോക്ടേഴ്സ് പറയുന്നത്, ഞങ്ങൾ തുന്നുന്നു, ദൈവം ഉണക്കുന്നു. തുന്നുന്നത് ഞങ്ങളാണ്, ഉണക്കുന്നത് ദൈവമാണ്. പരിപൂർണ വളർച്ചയെത്തിയ കുട്ടിയാണെങ്കിലും അതേ അവസ്ഥയിൽ പുറത്തെടുത്ത് തരാം എന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റുന്ന മെഡിക്കൽ ഡോക്ടർ ലോകത്തില്ല. ഒന്ന് കാണണം, എത്രയോ മെഡിക്കൽ ഡോക്ടർമാർ കുട്ടികളില്ലാത്തവരുണ്ട്. ചികിത്സയുടെ കുറവാണോ? നാം ചിന്തിക്കണം. ജനനം എന്ന പ്രതിഭാസം ഒരു തരത്തിലും മനുഷ്യന്റെ നിയന്ത്രണത്തിലല്ല. അതെന്ത് നടക്കും എന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റില്ല. മരണം എന്ന പ്രതിഭാസം എന്ത് നടക്കും എന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റുന്ന ഒരു ടെക്നോളജി ലോകത്തുണ്ടോ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഈ പ്രഭാഷണം അവസാനിപ്പിച്ച് വീട്ടിലെത്തും എന്ന് ഉറപ്പിച്ചു പറയാൻ എനിക്ക് സാധിക്കില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെയും അവസ്ഥ എങ്ങനെയല്ലേ? റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. പ്രിയപ്പെട്ടവർ ചിന്തിക്കണം, തൊട്ട് പുറകെയുണ്ട്, ഏത് സമയത്തും പിടികൂടാൻ തൊട്ട് പുറകെയുണ്ട് മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം. അത്രത്തോളം ദുർബലനാണ് മനുഷ്യൻ. അവന്റെ കാര്യത്തിൽ അവൻ എന്ത് മരിക്കും എന്ന കാര്യം പോലും അറിയില്ലാതെ പലതരത്തിലുള്ള മനക്കോട്ടകൾ കെട്ടുന്നവനാണവൻ. അത്രത്തോളം ദുർബലനാണ്. ഖുലിഖൽ ഇൻസാനു ദഈഫാ. മനുഷ്യൻ ദുർബലനായാണ് പടയ്ക്കപ്പെട്ടിരിക്കുന്നത്. മുൻപോട്ട് വെക്കുന്ന കാൽ അടുത്ത സ്റ്റെപ്പ് വെക്കുമെന്ന് ഉറപ്പില്ലാത്തവൻ. എന്തിനേറെ പറയുന്നു, വിഴുങ്ങുന്ന സമയത്ത് ശ്വസിക്കാൻ പറ്റാത്തവൻ. നിങ്ങൾ ഒരൽപ്പം ഉമിനീരിറക്കി നോക്കണം. ഉമിനീരിറക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? ഉമിനീരം ഇറങ്ങിപ്പോകുന്ന സെക്കൻഡിൽ ശ്വസിക്കാൻ പറ്റിയ ഒരു കുട്ടി പോലും ഈ സദസ്സിലില്ല, ലോകത്തില്ല. ആ റൂട്ടങ്ങ് തെറ്റിക്കഴിഞ്ഞാൽ കിടന്ന് പിടയ്ക്കേണ്ടവനാണവൻ. വിഴുങ്ങിയ ഭക്ഷണം അന്നനാളത്തിലേക്ക് പോയിക്കൊണ്ട് ആ മാശയത്തിൽ എത്തണമെങ്കിൽ വിഴുങ്ങുന്ന സമയത്ത് ശ്വാസകോശത്തിലേക്ക് പോകാതെ തടസ്സപ്പെടുത്തുന്ന തന്തു, ഒരു പ്രത്യേക മസിൽ, അത് ചെറുവിരലിനേക്കാൾ ചെറിയ മസിലാണ്. അത് കൃത്യമായി അടഞ്ഞില്ലെങ്കിലോ ഭക്ഷണം റൂട്ട് മാറി ശ്വാസകോശത്തിലേക്ക് പോവുകയും എത്ര വലിയ അഹങ്കാരിയെയും അഹങ്കാരം കാണിക്കപ്പെട്ട വ്യക്തിയുടെ മുന്നിൽ വെച്ചുകൊണ്ട് കിടന്ന് പിടയ്ക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുവാൻ കഴിവുള്ളവനാണ് റബ്ബ്. അവന്റെ ഒന്നാമത്തെ ദൗർബല്യം തൊണ്ടയിലുണ്ടെന്ന് നാം മനസ്സിലാക്കണം. മരണം എന്ന പ്രതിഭാസം ഏത് കോലത്തിലും വരാം. ദുർബലനാണ് മനുഷ്യൻ. മരണം എന്നത് എന്ന് നടക്കും എന്ന് ഉറപ്പിക്കാൻ പറ്റാത്തവനാണ്. അതിനൊരു സാഹചര്യവും നമ്മുടെ നാട്ടിലില്ല, ലോകത്തില്ല. ഞാൻ വളരെ അടുത്തൊരു പത്രവാർത്ത വായിച്ചു. ഒന്ന് ഇരുത്തി ചിന്തിക്കേണ്ട വാർത്തയാണ്, നിങ്ങൾ കാണണം. മലയാള മനോരമ പത്രം ഈ കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ മലയാള മനോരമയിൽ വന്ന ന്യൂസാണ്. ആയുസ് അറിയാൻ ടെസ്റ്റ് വരുന്നു. എല്ലാ ജില്ലകളിലും ഓൾ ഇന്ത്യ വൈസിൽ സർക്കുലേറ്റ് ചെയ്യുന്ന പേജിലാണ് വാർത്ത. ഏറ്റവും പുറകിൽ ആയുസ് അറിയാൻ ടെസ്റ്റ് വരുന്നു. ഒരു മനുഷ്യൻ ഇനി എത്ര കാലഘട്ടം കൂടി ജീവിച്ചിരിക്കും എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ടെസ്റ്റ് ഉണ്ടത്രേ. എത്രത്തോളം? വലിയ ബിൽഡിംഗ് പണിയുന്നവരും വലിയ വലിയ കച്ചവട സംരംഭങ്ങളിലേക്ക് ഇറങ്ങുന്നവരും ഈ ടെസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുന്നത് നല്ലതാ. വെറുതെ എന്തിനാ മക്കൾക്ക് കൊടുക്കുന്നത്? നല്ല ടെസ്റ്റാണ് അത്. എത്ര കാലഘട്ടം കൂടി ജീവിച്ചിരിക്കും എന്ന് പറയാൻ പറ്റുന്ന ടെസ്റ്റ് ഉണ്ട്. ലണ്ടനിൽ നടത്തിയ പഠനത്തിൽ വളരെ മനോഹരമായത് എങ്ങനെയാണെന്ന് അവർ അവതരിപ്പിക്കുകയാണ്. ഞാൻ ചിന്തിക്കണം, ഒരു മനുഷ്യൻ അവൻ മരിക്കണ്ട എന്ന് അവൻ ആഗ്രഹമുണ്ടെങ്കിൽ
മരിക്കാതിരിക്കാനുള്ള ടെക്നോളജിയും കൊണ്ടുവരാൻ നാനോ ടെക്നോളജി കൊണ്ട് ഞങ്ങൾക്ക് പറ്റും എന്ന് വീമ്പിളക്കുകയാണ് ശാസ്ത്രം. ഞാനും ആ ശാസ്ത്ര ശാഖയുടെ ഒരു ഭാഗമാണെങ്കിലും മതത്തിൽ നിന്നുകൊണ്ട് ശാസ്ത്രത്തെ വെല്ലുവിളിക്കാൻ ഈ വിനീതന ഈ അവസരത്തെ ഉപയോഗിക്കുകയാണ്. മരിക്കാതിരിക്കണമെന്നൊരു ആഗ്രഹമുണ്ടെങ്കിൽ മരണത്തെ തടുത്തു നിർത്താൻ പറ്റുന്ന ടെക്നോളജി ഇവിടെ കൊണ്ടുവരാൻ ഞങ്ങൾക്ക് പറ്റുമെന്നാണ് ശാസ്ത്രം പഠിപ്പിക്കുന്നത്. മതം പഠിപ്പിക്കുന്നതോ കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, ഏതൊരു ശരീരവും മരണം രുചിക്കുക തന്നെ ചെയ്യും എന്ന് മതവും. ഇവിടെയാണ് മതവും ശാസ്ത്രവും തമ്മിലുള്ള സംഘട്ടനം. മരിക്കാതിരിക്കാനുള്ള ടെക്നോളജി കണ്ടെത്താൻ പറ്റും എന്ന വാർത്ത ഇവിടെ തൊട്ടുപുറകെ 1.5 വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ നിങ്ങൾ വായിച്ച വാർത്തയാണ്. ആയുസ് അറിയാൻ ടെസ്റ്റ് വരുന്നു. എങ്ങനെയെന്നറിയുമോ? ഒരുവന്റെ ശരീരത്തിൽ അവന്റെ ഏതെങ്കിലും ഒരു ജീവകോശം കിട്ടിയാൽ, ജീവകോശം ബ്ലഡോ ചുരണ്ടിയെടുത്ത കോശമോ പിഴുതെടുത്ത മുടിയോ കിട്ടിയാൽ അതിന്റെ തുമ്പത്തുള്ള കോശം ഉപയോഗിച്ചുകൊണ്ട് ആ മനുഷ്യന്റെ ക്രോമസോമുകളിൽ പഠനം നടത്തി ക്രോമസോമുകൾക്കുള്ളിലെ ടീലോമറുകൾ എന്നറിയപ്പെടുന്ന വാല്, ക്രോമസോം എന്നറിയപ്പെടുന്ന പാരമ്പര്യ സ്വഭാവ ഘടകങ്ങളെ വഹിക്കുന്ന ഒരു പ്രത്യേക സംവിധാനം എല്ലാ മനുഷ്യരുടെയും ശരീരത്തിലെ എല്ലാ കോശങ്ങളിലും ഉണ്ടെങ്കിൽ ഈ പറയപ്പെട്ട സാധനത്തിൽ ടീലോമറുകൾ എന്നറിയപ്പെടുന്ന വാലുണ്ട്. ഈ വാലിന്റെ നീളം നോക്കിയിട്ട് ശാസ്ത്രകാരന്മാർക്ക് പറയാൻ പറ്റും ഇവന്റെ ആയുസ് എത്രയാണ്, അതിലെത്ര ഇപ്പൊ കഴിഞ്ഞു, ബാക്കി ഇനി എത്രയുണ്ട്, അഥവാ എത്ര കാലഘട്ടം കൂടി ഇവൻ ജീവിച്ചിരിക്കും എന്ന് ശാസ്ത്രത്തിന് പറയാൻ പറ്റുന്ന കാലഘട്ടമാണിത്. ഇന്ത്യൻ മണി 56,000 രൂപ, 650 പൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ടെസ്റ്റ് ചെയ്ത് റിസൾട്ട് കൊണ്ടുതരും. ഇനി അത് കുറവാണെങ്കിലോ ടീലോമറുകളുടെ നീളത്തിൽ വ്യത്യാസപ്പെടുത്താനുള്ള ടെക്നോളജിയാണ് ഞങ്ങൾ ഇനി അടുത്തത് കണ്ടുപിടിക്കാനിരിക്കുന്നത്. എന്ന് വെച്ചാൽ ആയുസ് കുറവാണെങ്കിൽ കൂട്ടിക്കൊടുക്കാം എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. മതത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ശാസ്ത്രം ഇങ്ങനെ മുന്നേറുകയാണ്. വാർത്ത നിങ്ങൾ വായിക്കണം. ലണ്ടൻ രക്തപരിശോധനയിലൂടെ ആയുസ് അറിയാനാകും എന്ന് ഗവേഷകർ. വളരെ സുന്ദരമായ വാർത്ത. ക്രോമസോമുകളിലെ ടീലോമറുകളുടെ നീളം നോക്കി ഒരാൾക്ക് പ്രായമാകുന്നത് എത്ര വേഗത്തിലാണെന്ന് നിർണയിക്കാം എന്നാണ് കണ്ടെത്തൽ. ഇനി എത്ര വർഷം കൂടി ജീവിച്ചിരിക്കുമെന്ന് വയസ്സാകുന്നതിന്റെ വേഗത്തിൽ നിന്നും കണക്ക് കൂട്ടിയെടുക്കാനും സാധിക്കും. ബ്രാക്കറ്റിൽ മറ്റ് അത്യാഹിതങ്ങൾ ഉണ്ടായില്ലെങ്കിൽ. എത്ര നല്ല വാർത്തയാണല്ലേ, എത്ര സുന്ദരം. ബ്രാക്കറ്റിൽ മറ്റ് അത്യാഹിതമൊന്നും ഉണ്ടായില്ലെങ്കിൽ നിങ്ങൾ എന്ന് മരിക്കൂ എന്ന് പറഞ്ഞുതരാം. ഇതിനേക്കാൾ എത്രയോ മാന്യമായ വാർത്തയായിരുന്നു നിങ്ങൾ ജനിച്ച ഡേറ്റ് കൂടി തരിക. മരിച്ചു പോയ ആളാണെങ്കിൽ അയാൾ മരിച്ച ഡേറ്റും തരിക. രണ്ടും കൂടി കണക്ക് കൂട്ടിയിട്ട് എത്ര കണക്കൊല്ല അയാൾ ജീവിച്ചിരുന്നു എന്ന് ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞു തരാം എന്ന് പറയലായിരുന്നു ഇതിനേക്കാൾ മാനം. ചിന്തിക്കണം. മരിക്കാതിരിക്കാനുള്ള ടെക്നോളജിക്ക് വേണ്ടിയുള്ള ആദ്യപടി ആയുസ് എത്രയെന്ന് ആദ്യം കണക്കൂട്ടി തരാം. 650 പൗണ്ട്, 56,000 ഇന്ത്യൻ മണി കൊടുത്താൽ ആയുസ് കണ്ടെത്താം. ബ്രാക്കറ്റിൽ മറ്റ് അത്യാഹിതമൊന്നും ഉണ്ടായില്ലെങ്കിൽ. ഇപ്പൊ മരണം വെച്ച അനുഗ്രഹം അത്യാഹിതമല്ല, ഒരു പനി വരൽ പോലും മനുഷ്യന് അത്യാഹിതമാകുന്ന കാലഘട്ടമാണ്. വാർത്ത എങ്കിൽ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ ചോദിക്കുന്നു, എത്രയോ പണമാണ് ചെലവഴിക്കുന്നത്? ഇത്തരം റിസർച്ചുകൾക്ക് വേണ്ടി മുടക്കുന്ന പണം, സമയം ഒക്കെ നഷ്ടത്തിലാണ്. സാമ്പത്തിക നഷ്ടം, സമയനഷ്ടം, പിന്നെ അങ്ങോട്ട് ചിന്തിച്ചാൽ അഭിമാന നഷ്ടവും മാനനഷ്ടം എന്നിത്യാദി പല നഷ്ടങ്ങൾ ഇതിന്റെ പുറകെ നടന്നാലുണ്ട്. മതത്തിന്റെ അഭിപ്രായങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ശാസ്ത്രം മുന്നോട്ട് പോയാൽ ഈ പറയപ്പെട്ടതിലും വലിയ നഷ്ടങ്ങൾ വീണ്ടും വരാനിരിക്കുന്നു എന്ന കാര്യം നാം ചിന്തിക്കണം. ഈ പറയപ്പെട്ട വസ്തുതയിലേക്കുള്ള ഗവേഷണങ്ങൾ പൂർത്തീകരിക്കാൻ അതിലേർപ്പെടുന്ന ഗവേഷകർക്ക് പോലും ഒരുപക്ഷെ ആയുസ്സുണ്ടായില്ല എന്ന് വരും. വിശുദ്ധ മതം പഠിപ്പിക്കുന്നു, ഏതൊരു ശരീരവും മരണം രുചിക്കുക തന്നെ ചെയ്യും. മരിക്കും എന്ന് പഠിപ്പിക്കുന്ന മതങ്ങളാണ് ലോകത്ത് മുഴുവനുമുള്ളത്. വിവിധ മതപ്രക്രിയ ശാസ്ത്ര സംഹിതകൾ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാം, മരിക്കില്ലെന്ന് പഠിപ്പിക്കുന്ന ഒരു മതവുമില്ല. അഥവാ മറ്റൊരു ലോകത്തേക്ക് നിർബന്ധമായും പോകേണ്ടവരാണ് നാം. കാരണം എന്താ? നമുക്ക് മുന്നേ പലരും കടന്നുപോയിട്ടുണ്ട്. നമുക്ക് മുന്നേ പലരും പോയി കഴിഞ്ഞു. നമുക്ക് പിന്നാലെ പുറകെ വരുന്നവരെ കണ്ടുകൊണ്ട് നാം ഉറപ്പിക്കുന്നു, ഇതുപോലൊരു ജീവിതം ഞങ്ങൾക്കും ഉണ്ടായിരുന്നു. അഥവാ ഉറപ്പിക്കണം, നമുക്ക് മുന്നേ പലരും കടന്നു പോയിട്ടുണ്ട്. അവരെങ്ങോട്ടാ പോയത്? അവരെ ഇനി കാണാൻ പറ്റുമോ? ആ മുഖം ഒന്ന് നേർക്കുനേർ ദർശിക്കാൻ പറ്റുമോ? ഒന്ന് സ്പർശിക്കാൻ പറ്റുമോ? ആ ലോകം ഏത് ലോകമാ? അവരെ ഞങ്ങൾക്ക് വീണ്ടും കാണാൻ പറ്റും. അങ്ങനെ ഒരു ലോകമുണ്ട്, അത് പരലോകമാണ്. ഈ വിശ്വാസമാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എത്ര വലിയ നഷ്ടത്തെയും പിടിച്ചു നിർത്തിക്കൊണ്ട് ഈമാൻ സംരക്ഷിക്കാൻ പ്രചോദനം നൽകുന്നതെങ്കിൽ പ്രിയപ്പെട്ടവർ ചിന്തിക്കണം, അങ്ങനെ ഒരു ലോകത്തേക്ക് മടങ്ങേണ്ടവരാണ് നാം ഓരോരുത്തരും. അങ്ങനെ ഒരു ലോകം നമുക്ക് വരാനിരിപ്പുണ്ട്.
ഇത് തമ്മിലുള്ള വ്യത്യാസങ്ങളിൽ, ഇത് തമ്മിലുള്ള സാമ്യതകളിൽ ഒന്നാമത്തെ സാമ്യതയായി നാം കണ്ടു, ഇത് രണ്ടും രണ്ട് വാതിലുകളാണ്. ഓരോ വാതിലും മറ്റു ചില ലോകങ്ങൾക്കിടയിലേക്കുള്ള ട്രാൻസിഷന് കാരണമാകുന്ന, ആ പോക്കിന് കാരണമാകുന്ന കവാടങ്ങളാണ്. 3 ലോകങ്ങൾക്കിടയിലുള്ള 2 കവാടങ്ങളാണ് ജനനവും മരണവും. രണ്ടാമത്തെ സാമ്യത എന്റെ പ്രിയപ്പെട്ടവർ കണ്ടില്ലേ? എന്ന് നടക്കും എന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റില്ല. എപ്പോഴാണ് ഇത് നടക്കുക? ജനനവും മരണവും കൃത്യമായ ഡേറ്റ്, കൃത്യമായ സമയം ഒരിക്കലും ഉറപ്പിക്കാൻ പറ്റില്ല. മൂന്നാമത്തെ സാമ്യത എന്താ നാം മനസ്സിലാക്കണം? ഇത് രണ്ടും വേദനാജനകമാണ്. കഠിനമായ വേദനയാണ് രണ്ടിനും. ഒരു ലോകം വിട്ട് മറ്റൊരു ലോകത്തേക്കുള്ള പോക്ക് സങ്കീർണമാണ് കേട്ടോ. സാധാരണ യാത്രയുടെ ബുദ്ധിമുട്ട് എന്താ? ഒരു ജില്ല വിട്ട് മറ്റൊരു ജില്ലയിലേക്ക് പോകുമ്പോഴുള്ള യാത്രയുടെ ബുദ്ധിമുട്ട് എന്താ? ഒരു രാജ്യം വിട്ട് മറ്റൊരു രാജ്യത്തേക്ക് പോകുമ്പോഴുള്ള ബുദ്ധിമുട്ട് എന്താ? അതിനുള്ള തയ്യാറെടുപ്പുകൾ ബുദ്ധിമുട്ട് എന്താ? ലോകങ്ങൾക്കിടയിലുള്ള 2 ലോകങ്ങൾക്കിടയിലുള്ള യാത്ര ഇത് സങ്കീർണം തന്നെയാണ്. അതിസങ്കീർണമാണ്. കഠിനമായ സങ്കീർണതകൾ നിറഞ്ഞതാണ്. ജനനം എന്ന പ്രതിഭാസം വേദനാജനകമാണ്. മരണം എന്ന പ്രതിഭാസമോ അതിലേറെ വേദനാജനകമാണ്. ഇത് തമ്മിലുള്ള സാമ്യതയെ, വേദനയെ മുൻനിർത്തിക്കൊണ്ട് നാം കണ്ടാൽ എന്റെ പ്രിയപ്പെട്ടവരൊന്ന് ചിന്തിക്കണം. ജനിക്കുന്ന സമയത്ത് നാം ഓരോരുത്തരും സങ്കീർണതകളായിരുന്നു. നമുക്ക് ഓർമ്മയില്ല. എത്ര സങ്കീർണതയാണ് എനിക്കുണ്ടായത് ഓർമ്മയില്ല. ഞാൻ പറഞ്ഞു, കാരണം 3 വയസ്സിന് മുൻപ് ഒന്നും ഓർക്കാൻ പറ്റാത്തവനാണ് മനുഷ്യൻ. ഈ സങ്കീർണത, ഒരു ശിശു ഗർഭാശയം വിട്ടുകൊണ്ട് ഈ ലോകത്തേക്ക് ഇങ്ങനെ കടന്നു വരുന്ന സമയത്ത് പൊക്കിൾ കൊടിയുമായുള്ള ബന്ധം പതുക്കെ അറ്റു തുടങ്ങി. എന്നാൽ അവന്റെ മൂക്ക് പുറത്തു വന്നിട്ടില്ല. തലയുടെ ഭാഗം നെറ്റി വന്നു, മൂക്കിങ്ങോട്ട് പുറത്തു വന്നിട്ടില്ല. രണ്ടിനുമിടയിൽ ഒന്ന് കൂടുന്ന അവസ്ഥയെ പറ്റി ഒന്ന് ചിന്തിക്കണം. അത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടായാൽ ശാസ്ത്രം പഠിപ്പിക്കുന്നു, ആ കുട്ടിക്ക് ശ്വസിക്കാനുള്ള ഓക്സിജൻ കൃത്യമായി കിട്ടാത്തത് കൊണ്ട് തലച്ചോറിലേക്കുള്ള ഓക്സിജൻ സപ്ലൈ കുറഞ്ഞ് ആ കുട്ടിയുടെ തലച്ചോറിന് ക്ഷതമേൽക്കുകയും ഒരുപക്ഷെ ബുദ്ധിമാന്യമുള്ള കുട്ടി മാറാൻ സാധ്യതയുമുണ്ട്. അല്ലാഹു നമ്മുടെ വരും തലമുറകളെ കാത്തുരക്ഷിക്കട്ടെ. അത്രത്തോളം ആ വിഷയത്തിൽ സങ്കീർണത നിറഞ്ഞിട്ടുണ്ട്. വരുന്ന വരവിൽ ആ വരവ് കൃത്യമായി കുഴപ്പമില്ലാതെ എത്തിയില്ലെങ്കിൽ അവന്റെ ജീവൻ എന്നല്ല, ഭാവി ജീവിതത്തിൽ പോലും ജീവിച്ചിരിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകുന്ന, അപാകത സമ്മാനിക്കാൻ കാരണമാകുന്ന സങ്കീർണതയിലാണ് നാം ഓരോരുത്തരും കടന്നു വന്നത്. കഴിഞ്ഞില്ല. ഈ പ്രസവം എന്ന പ്രതിഭാസം ഇത് അനുഭവിക്കുന്ന ഉമ്മയുടെ വേദന എന്താ? ശാസ്ത്രത്തോട് നിങ്ങൾ ചോദിക്കുകയാണ്, ലോകത്തേക്ക് വെച്ച് ഏറ്റവും വലിയ വേദന എന്താ? ലോകത്തേക്ക് വെച്ച് ഏറ്റവും വലിയ വേദന എന്തെന്ന് ശാസ്ത്രത്തോട് ചോദിച്ചാൽ കണ്ണും പൂട്ടി ശാസ്ത്രം മറുപടി പറയും, അത് മറ്റൊന്നുമല്ല, പ്രസവ വേദനയാണ്. പ്രസവിക്കുന്ന സമയത്ത് ഉമ്മ അനുഭവിച്ച വേദന, ഒരു മാതാവിന്റെ വേദനയാണ് ലോകത്തേക്ക് വെച്ച് ഏറ്റവും വലിയ വേദന. വേദന എന്നൊരു വികാരമാണല്ലോ, നമുക്കറിയാം. വികാരങ്ങൾ പലതരത്തിലുണ്ട്. സ്നേഹം, പ്രേമം, വിഷമം, സഹതാപം, സങ്കടം, വേദന, ഇതൊക്കെ പല തരത്തിലുള്ള വികാരങ്ങളാണ്. ഈ വികാരങ്ങൾക്ക് യൂണിറ്റ് ഉണ്ടോ പ്രിയപ്പെട്ടവരെ? ഒന്ന് ചിന്തിച്ചു നോക്കി. യൂണിറ്റ് ഉണ്ടോ? അളവുണ്ടോ? ഒരാൾ പറയാണ്, എനിക്ക് നിന്നെ വലിയ ഇഷ്ടമാണ്. അപ്പൊ മറ്റേ ആൾ ചോദിക്കുകയാണ്, എന്നെ എത്ര ഇഷ്ടമുണ്ട്? അത് പിന്നെ ഏതാണ്ട് 2 കിലോ ഇഷ്ടമുണ്ട്. എന്നിങ്ങനെ പറയാൻ പറ്റുമോ? ഒരു യൂണിറ്റ് ഉണ്ടോ? എനിക്ക് നിന്നോട് വലിയ ദേഷ്യമാണ്. എത്ര ദേഷ്യമുണ്ട്? അത് 1.5 ലിറ്റർ ദേഷ്യമുണ്ട്. എന്തേ എന്നങ്ങോട്ട് ചോദിക്കുമ്പോൾ അവസ്ഥ എന്താ? യൂണിറ്റ് ഇല്ല. വികാരങ്ങൾക്ക് യൂണിറ്റ് പറയാൻ പറ്റില്ല. എങ്കിൽ കേട്ടോളൂ, ലോകത്ത് യൂണിറ്റ് പറയാൻ പറ്റുന്ന ഒരൊറ്റ വികാരമേ ഉള്ളൂ, വേദനയാണ്. വേദനിക്കുന്ന മനുഷ്യൻ അവൻ എന്തു വേദനയിലാണ്? ഉപമിക്കാനും അതിന് യൂണിറ്റ് ഉണ്ടാക്കാനും ശാസ്ത്രത്തിന് പറ്റിയിട്ടുണ്ട്. വേദനയുടെ യൂണിറ്റ് ആണ് ഡെൽ. DEL, ഡെൽ എന്ന യൂണിറ്റ് ആണ് ശാസ്ത്രം വേദനയ്ക്ക് കൊടുക്കുന്നത്. ഈ ഡെൽ എന്ന യൂണിറ്റിൽ എത്രത്തോളം വേദന ഒരുവന് താങ്ങാൻ പറ്റും എന്നതിന് ശാസ്ത്രഭാഷയിൽ കണക്കുണ്ട്. ജീവിച്ചിരിക്കുന്ന വ്യക്തികൾ ഏറ്റവും വലിയ സഹനശക്തിയുള്ള മനുഷ്യന് പോലും സഹിക്കാൻ പറ്റുന്ന പരമാവധി വേദനയുടെ ആവേഗം എത്രയെന്ന് ശാസ്ത്രം അളന്ന് കുറിച്ചെടുത്ത് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ജീവിച്ചിരിക്കുന്ന മനുഷ്യൻ അവൻ ഏറ്റവും കൂടുതൽ സഹനശക്തി ഉള്ളവനാണെങ്കിൽ, സഹനശക്തി പലർക്കും പലതരത്തിലാണ്. നാം തന്നെ നമ്മുടെ മക്കളെ പറ്റി പറയാറില്ലേ, ഇവനുണ്ടല്ലോ, ഇവൻ കൈവേദന എന്നൊക്കെ പറഞ്ഞ കൈ അങ്ങ് അറ്റുപോയാലാണ് വേദന എടുക്കുന്നു പറയുള്ളൂ. മറ്റവനുണ്ടല്ലോ, അരികത്തൂരും എല്ലാം പോയാൽ മതി, അപ്പ വേദനയാണ്, കരച്ചിലാണ്, പിന്നെ 3 ദിവസം സ്കൂളിൽ പോകില്ല എന്നൊക്കെ മക്കളെ പറ്റി പറയാറുണ്ട്. സെൻസിറ്റിവിറ്റി എന്നതാണ് ആ വാക്കിന്റെ അർത്ഥം. സെൻസിറ്റിവിറ്റി. ഓരോരുത്തർക്കും വേദന, വിഷമം പലതരത്തിലാണ് അവർ ഉൾക്കൊള്ളുന്നത്. അക്കൂട്ടത്തിൽ ശാസ്ത്രം പഠിപ്പിക്കുന്നു, ഏറ്റവും കൂടുതൽ വേദന സഹിക്കാൻ കഴിവുള്ള മനുഷ്യൻ, അവന് സഹിക്കാൻ പറ്റുന്ന
വേദനയുടെ ആവേഗം, പരമാവധി ആവേഗം 45 ഡെല്ലാണ്. 45 ഡെൽ. 45 ഡെൽ എന്ന വേദനയ്ക്ക് മുകളിൽ ഒരുവന് സഹിക്കേണ്ടി വന്നാൽ ഒന്നുകിൽ അവൻ ഈ വേദനയുടെ ആവേഗങ്ങളെ തടഞ്ഞു നിർത്താനാവാതെ, താങ്ങാനാവാതെ അവന്റെ തലച്ചോറ് ക്ഷീണിച്ച് ബോധം കെട്ടു വീഴും. കഠിനമായ വേദന വന്നാൽ ബോധക്ഷയം സംഭവിക്കും. രണ്ടാമത്, ഒരുപക്ഷെ അവൻ ഈ കഠിനമായ വേദന കൊണ്ട് അത് താങ്ങാനാവാതെ ഹൃദയാഘാതം സംഭവിച്ചു മരണപ്പെടും. 45 ഡെല്ലിന് മുകളിൽ വേദന സഹിക്കേണ്ടി വന്നാൽ, അത് പരമാവധി സഹനശക്തിയുള്ള മനുഷ്യനാണെങ്കിൽ അവന് 45 മുകളിലേക്കുള്ള വേദന വന്നാൽ ഒന്നുകിൽ ബോധം കെട്ട് വീഴും, അതല്ലെങ്കിൽ ലോകം വിട്ട് പിരിയും. രണ്ടാലൊന്ന് സംഭവിക്കും. അത്ര കഠിനമാണ് 45 ഡെൽ. ഉദാഹരിക്കട്ടെ പ്രിയപ്പെട്ടവരെ, 45 ഡെൽ എന്നത് മനുഷ്യ ശരീരത്തിൽ ഏത് ഭാഗത്തുള്ള വേദനയാണെന്നറിയുമോ? എപ്പോഴുണ്ടാകുന്ന വേദന എന്നറിയുമോ? ഒരു മനുഷ്യൻ 45 ഡെൽ എന്ന യൂണിറ്റിന് തുല്യമായ വേദന സഹിക്കുന്നത് അവന്റെ കാലിന്റെ മുട്ടിന് താഴെയുള്ള എല്ല്. കാലിന്റെ മുട്ടിന് താഴെയുള്ള എല്ല് വീട്ടിൽ പോയിട്ടൊന്ന് പിടിച്ചു നോക്കണം. മുട്ടിന് താഴേക്ക് ഈ തള്ളവിരൽ കൊണ്ട് മുൻപിലൂടെയും സൈഡിലൂടെയും ഒന്നങ്ങ് പിടിച്ചു നോക്കിക്കഴിഞ്ഞാൽ എല്ലിന്റെ കനം മനസ്സിലാകും. ഏതാണ്ട് എത്രത്തോളം വലിപ്പം, അതിന് വണ്ണമുണ്ട്. ഒരുപക്ഷെ അതിനേക്കാൾ ഏറെ വണ്ണമുള്ള എല്ല് അതിന്റെ നടുക്ക് വെച്ച് ഒടിഞ്ഞിട്ട് കൂർത്തുമൂർത്ത എല്ലിൻ കഷ്ണങ്ങൾ മാംസം തുളച്ച് പുറത്തു വന്നു കഴിയുമ്പോൾ ഒരുവൻ അനുഭവിക്കുന്ന വേദനയാണ് 45 ഡെല്ലിനടുത്ത വേദന. മുട്ടിന് താഴെയുള്ള ഒരു എല്ല്, ഈ ഒരൊറ്റ എല്ല് ഒടിയുന്ന സമയത്ത് വെറുതെ ഒടിയലല്ല, ഒടിഞ്ഞ് 2 പീസായി മാറുമ്പോൾ, കൂർത്തുമൂർത്ത എല്ലിൻ കഷ്ണങ്ങൾ മാംസം തുളച്ച് പുറത്തു വന്നു കഴിയുമ്പോൾ ഒരുവൻ അനുഭവിക്കുന്ന വേദനയാണ് 45 ഡെല്ലിനടുത്ത വേദന എന്ന് ശാസ്ത്രം പഠിപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ടവർ ചിന്തിക്കണം. അതിന് മുകളിലേക്ക് ഒരു വേദന സഹിക്കാൻ പറ്റിയാൽ അവൻ ഒന്നുകിൽ ബോധം കെട്ട് വീഴുകയോ മരണപ്പെട്ടു പോവുകയോ ചെയ്യാൻ സാധ്യതയുണ്ട്. ഇതാണോ ലോകത്തേക്ക് വെച്ച് ഏറ്റവും വലിയ വേദന എന്ന് ശാസ്ത്രം പഠിപ്പിച്ചത്? ഈ പറയപ്പെട്ട എല്ലൊടിയുന്ന വേദനയാണോ? 45 ഡെല്ലാണോ? അല്ല, ലോകത്തേക്ക് വെച്ച് ഏറ്റവും വലിയ വേദന ഇതിലും വലിയൊരു വേദനയാണ്. ഈ എല്ലൊടിയുന്നതിലും വലിയ വേദനയാണ്. അത് മറ്റൊന്നുമല്ല, പ്രസവ വേദനയാണ്. പ്രസവിക്കുന്ന സമയത്ത് പ്രിയപ്പെട്ട മാതാവ് അനുഭവിച്ച വേദന അത് 45 ഡെല്ലൊന്നുമല്ല കേട്ടോ. അതിനേക്കാൾ 12ഓളം യൂണിറ്റ് കൂടുതൽ 57 ഡെൽ എന്ന യൂണിറ്റ് വേദന സഹിച്ചുകൊണ്ടാണ് പ്രിയപ്പെട്ട മാതാവ് നമുക്ക് ജന്മം നൽകിയിട്ടുള്ളത്. മറക്കണ്ട, ലോകത്തേക്ക് വെച്ച് ഏറ്റവും വലിയ വേദനയെ പഠിച്ചു മനസ്സിലാക്കി അതിനെ കുറിച്ചെടുത്ത യൂണിറ്റ് ഉണ്ടാക്കിയ ശാസ്ത്രം അതിന് 57 യൂണിറ്റാണ് അതിന്റെ വേദനയുടെ അളവെന്ന് പഠിപ്പിച്ചിട്ട് ഇതിനേക്കാൾ വലിയൊരു വേദന ലോകത്തില്ല എന്നാണ് തെളിയിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ചിന്തിക്കണം. മാതാവിന്റെ വിലയെന്താ? ഒരമ്മയുടെ വിലയെന്താ? മാതൃത്വം എന്നാൽ സ്ത്രീത്വത്തിന്റെ സാഫല്യമാണ്. സ്ത്രീത്വത്തിന്റെ സാഫല്യമാകുന്ന മാതൃത്വം അനുഭവിച്ചവർ, പ്രസവിച്ചവർ, വേദന സഹിച്ചവർ, അവർക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല വലിയ പദവിയാണ് നൽകിയിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കളെ സംബന്ധിച്ചിടത്തോളം പിതാവിനേക്കാൾ വലിയ പദവിയാണ് മാതാവിന് കൊടുത്തത്. കാരണം വല്ലാത്ത വേദന അനുഭവിച്ചവരാണവർ. ചിന്തിക്കണം, ഒരു സ്വാഭാവിക പ്രസവത്തിൽ അവർ അനുഭവിക്കുന്ന വേദന എന്താണെന്നൊരു വീഡിയോ ക്ലിപ്പിങ്ങിലൂടെ മനസ്സിലാക്കണം. ഒരു സ്വാഭാവിക പ്രസവം ഒരു സ്ത്രീ ഒരു കമ്പ്യൂട്ടർ ആനിമേഷനിലൂടെ നമുക്കിത് കാണാം. സ്ത്രീത്വത്തിന്റെ സാഫല്യമാകുന്ന മാതൃത്വം. മൂന്ന് ഘട്ടങ്ങളിലായിക്കൊണ്ടാണ് പ്രസവം നടക്കുക. ഫസ്റ്റ് ഫേസ് കഴിയുന്നതോടെ രണ്ടാം ഘട്ടം കഠിനമായ വേദനയാണ്. ഗർഭാശയ ഭിത്തികൾ ഇങ്ങനെ വലിയുകയാണ്, മാംസപേശിയാണ് വലിയുന്നത്. ഒരു സ്വാഭാവിക പ്രസവത്തിലെ വേദന ഏറ്റവും വലിയ വേദന, ലോകത്തേക്ക് വെച്ച് ഏറ്റവും വലിയ വേദന. സുജൂദിലായിക്കൊണ്ട് മനുഷ്യൻ കടന്നു വരുന്ന രംഗം. ലോകത്തേക്ക് വെച്ച് ഏറ്റവും വലിയ വേദന എന്ന് ശാസ്ത്രം പേര് കൊടുത്തത് പ്രസവ വേദനയ്ക്കാണ്. എത്ര സുന്ദരം! ഇതിലും വലിയൊരു വേദന ലോകത്തില്ല. നാം ഒന്ന് മനസ്സിലാക്കണം.
സഹോദരിമാർ ഇതിന് തന്നെയാണ് കാണാം, വേറെ ഉണ്ടോ? നമുക്ക് വേറെ പിന്നെ അവിടെ വേറെ LCD ഉണ്ടല്ലോ അല്ലേ, ക്ലിയർ ആയിട്ട് കണ്ടിട്ടുണ്ടാവും. ഇത് കണ്ട ഒരാൾ 70 വയസ്സുള്ള ഒരു വെല്ലുമ്മ കൂട്ടത്തിലുണ്ടെങ്കിൽ, ഒരു 70 വയസ്സുള്ള വെല്ലുമ്മ ഇത് ഡയറക്റ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അവർ വർഷങ്ങൾക്ക് മുൻപ് അനുഭവിച്ച വേദനയിലേക്ക് തിരിച്ചു പോകും. സാധാരണ പല സദസ്സിലും നടുക്ക് വെച്ച് ഇങ്ങനെ പാർട്ടീഷൻ കൊടുത്തിട്ട് സ്ത്രീകളും പുരുഷന്മാരും സെപ്പറേറ്റ് ആക്കിയിട്ട് ഞാൻ ഏകദേശം ഈ ലെവലിലാണ് സംസാരിക്കുന്നതെങ്കിൽ, മറ്റു ശബ്ദങ്ങളൊന്നും ഇല്ലെങ്കിൽ സ്ത്രീകളുടെ ഭാഗത്തു നിന്നൊരു ശബ്ദം കേൾക്കും ഈ വീഡിയോ ക്ലിപ്പിംഗ് കാണുമ്പോൾ. എങ്ങനെയെന്നറിയോ? നല്ല കാന്താരി മുളക് കഴിക്കാൻ കൊടുത്തിട്ട് വെള്ളം കൊടുക്കാതെ മാറ്റിയിരുന്നൊരു ശബ്ദം ഉണ്ടാവില്ലേ? നല്ല എരിവുള്ള കാന്താരി മുളക് കൊടുക്കുക, മുളക്, എന്നിട്ട് വെള്ളം കൊടുക്കരുത്, മാറ്റി ഇങ്ങോട്ട് പിടിച്ചോട് കുത്തിയിരുത്തണം. അപ്പോൾ ശബ്ദം ഉണ്ടാവുമോ? ഇതിങ്ങനെ ആ രംഗത്തിലൂടെ 3 ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നു. നഴ്സുമാർ അടുത്ത് നിന്നിട്ട് ശ്വാസം എടുത്ത് വലിച്ചു പിടിച്ച് പതുക്കെ പുറത്തോട്ട് വിട്ടോളൂ, പതുക്കെ പുറത്തോട്ട് വിട്ടോളൂ, കുഴപ്പമില്ല, ശരിയായി വരുന്നുണ്ട്, ക്ലിയർ ആണ് എന്നൊക്കെ പറഞ്ഞ് ആശ്വാസം കൊടുത്തുകൊണ്ട് നിൽക്കുന്ന രംഗം. അവരിങ്ങനെ വേദന കടിച്ചമർത്തിക്കൊണ്ട് കൈകൾ തലയിണയിലേക്ക് ഇറുക്കി അങ്ങ് പിടിച്ചു നിൽക്കുന്ന സമയം, ഡോക്ടർമാർ ആശ്വസിപ്പിക്കുന്ന സമയം. 3 ഘട്ടങ്ങളിലായിക്കൊണ്ട് കുട്ടി പുറത്തേക്ക് വരുമ്പോൾ കുട്ടിയുടെ കരച്ചിൽ കേൾക്കുമ്പോഴാണ് ആ ഉമ്മയുടെ വേദന അവർ മറക്കുന്നത്. ഒരു ഉമ്മ വേദന മറക്കുന്നത് മകന്റെ കരച്ചിൽ, മകളുടെ കരച്ചിൽ കേൾക്കുമ്പോഴാ. നമ്മൾ കരഞ്ഞപ്പോൾ ഉമ്മ സന്തോഷിച്ച ഏക സമയം അല്ലേ? ശരിയല്ലേ മക്കളെ? നമ്മൾ കരഞ്ഞപ്പോൾ ഉമ്മ സന്തോഷിച്ച ഏക സമയം. ആ വേദന അവർ മറന്നത് ആ സന്തോഷത്തിലാണ്. വലിയ പ്രാധാന്യമാണ് മാതാവിനുള്ളത്, നാം ചിന്തിക്കണം. ഇതൊക്കെ കണ്ടിട്ട് ഇനി മേലിൽ ഞങ്ങൾ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിട്ടില്ല എന്നൊക്കെ പെണ്ണുങ്ങൾ തീരുമാനം എടുത്ത് കളയരുത്. ഈ വേദന കുറയ്ക്കാൻ പറ്റിയ ഒരുപാട് മെത്തേഡുകൾ അല്ലാഹുവിന്റെ വിശുദ്ധ മതത്തിന്റെ യഥാർത്ഥ ത്വരീഖയിൽ നിങ്ങൾക്ക് കണ്ടെത്താം. എത്രയോ ഉദാഹരണങ്ങൾ എടുത്തു പറയാനുണ്ട്. ഞാൻ തന്നെ ബന്ധപ്പെടുത്തി കൊടുത്തിട്ടുള്ള പല ടെക്നിക്സും, ഞാൻ കണക്ട് ചെയ്ത് കൊടുത്തിരിക്കുന്ന പല വ്യക്തികളുടെ ജാസത്തിലൂടെ അത്ഭുതകരമായി പ്രസവം നടന്ന എത്രയോ ടെക്നിക്സ് ഉണ്ട്. ഇത് അല്ലാഹുവിന്റെ വിശുദ്ധ മതത്തിലുണ്ട്. 2 വേദനയും കുറയ്ക്കാൻ പറ്റുന്ന മെത്തേഡുകൾ വിശുദ്ധ ഇസ്ലാമിലുണ്ട്. ലോകത്തേക്ക് വെച്ച് ഏറ്റവും വലിയ വേദനയെന്ന് ശാസ്ത്രം പേരെടുത്ത് പഠിപ്പിച്ച പ്രസവ വേദനയും, ലോകത്തേക്ക് വെച്ച് ഏറ്റവും വലിയ വേദനയെന്ന് മതം പേരെടുത്ത് പഠിപ്പിച്ച മരണവേദനയും, 2ഉം കുറയ്ക്കാൻ പറ്റുന്ന മെത്തേഡുകൾ അല്ലാഹുവിന്റെ വിശുദ്ധ മതത്തിലുണ്ട്, വിശുദ്ധ ഇസ്ലാമിന്റെ ത്വരീഖയിലുണ്ട്. നമുക്ക് കാണാൻ പറ്റും. വളരെ സുന്ദരമായ വിഷയങ്ങളിലേക്ക് നാം കിടക്കുന്നു. ഈ പ്രസവം, ഈ വേദന സഹിച്ച ഉമ്മാക്ക് വാപ്പയേക്കാൾ വലിയ സ്ഥാനമാണ് വിശുദ്ധ മതം കൊടുക്കുന്നത്. എത്രത്തോളം എന്നറിയുമോ? പിതാവിനേക്കാൾ 3 ദറജകൾ കൂടുതലാണ് മാതാവിന്റെ സ്ഥാനം. വാപ്പയേക്കാൾ 3 പടി മുകളിലാണ് ഉമ്മ. നാം ചിന്തിക്കണം. ഉമ്മ വിളിച്ചാൽ ആദ്യത്തെ വിളിക്കുത്തരം കൊടുക്കണം. വിശുദ്ധ മതം പഠിപ്പിക്കുന്നു, മാതാവ് വിളിച്ചാൽ ആദ്യത്തെ വിളിക്ക് നിങ്ങൾ ഉത്തരം കൊടുക്കണം. വാപ്പയ്ക്കില്ലാത്ത 3 പ്രത്യേക ഗുണങ്ങൾ ഉമ്മാക്കുണ്ട്. ഒന്നാമത്തെ ഗുണം എന്താ? 10 മാസം കഷ്ടപ്പാടേറെ സഹിച്ചുകൊണ്ടുള്ള ഗർഭം ചുമക്കലാണ്. ഗർഭം ചുമന്ന് വെയിറ്റ് കൂടി വരുന്ന കുട്ടിയെ താങ്ങുന്ന ഉമ്മ. വെയിറ്റ് കൂടി വരുന്ന കുട്ടി, ആ കുട്ടി വളരുന്നതനുസരിച്ച് ശരീരത്തിലെ മാംസപേശികൾ വലിയുന്നു. തൊലി വലിയുമ്പോഴുള്ള വേദന വല്ലാത്ത വേദനയാണ്. ആ കുട്ടി വളരുമ്പോൾ അതിന് വേണ്ട കൂടുതലായി വരുന്ന രക്തം ഉൽപ്പാദിപ്പിക്കുന്ന ശരീരകോശങ്ങൾ